ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന് അങ്ങനെ ഫുള്ള് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് ഇന്ന് മക്കൾക്ക് സ്കൂളുള്ള ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കുക്കറിലാണ് ചോറ് വെക്കാറ്. അപ്പോൾ അങ്ങനെ ചോറ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ എണീച്ചാൽ തന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ചോറിനുള്ള അരി തിളപ്പിച്ചിടുകയാണ്. അപ്പോൾ അരി നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് ഇങ്ങനത്തെ ഒരു കുക്കറിലാണ് ഞാൻ എപ്പോഴും ചോറ് വെക്കാറുള്ളത്. അപ്പോൾ ചോറൊക്കെ വെച്ച് ഈ കുക്കറൊക്കെ അടച്ച് ഇനി അവിടെ ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യണം. അപ്പോൾ കുക്കറൊക്കെ നന്നായിട്ട് അടച്ച് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് കോഫി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചായ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കോഫിയാണ് കുടിക്കാറുള്ളത്. അപ്പോൾ വെള്ളം തിളപ്പിച്ച ശേഷം അത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിൽ പഞ്ചസാരയും പാൽപ്പൊടിയും പിന്നെ കോഫി പൗഡറൊക്കെ ഇട്ടിട്ട് ഞാനൊരു കോഫി ഉണ്ടാക്കുന്നുണ്ട്. ഞാനെപ്പോഴും പാൽപ്പൊടി നാട്ടിൽ നിന്ന് വാങ്ങുന്ന പാൽപ്പൊടിയാണെങ്കിൽ എവറിഡേയുടെ പാൽപ്പൊടി കേട്ടോ യൂസ് ചെയ്യാറ്. എനിക്ക് അത് ഇടുമ്പോഴാണ് കോഫിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നാറുള്ളത്. അതുപോലെ തന്നെ നെസ്കഫേയുടെ കോഫി പൗഡറുമാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് കോഫിയൊക്കെ കുടിച്ച് ഇനി കോഫി കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ വിളിക്കണം. അവർക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവർ നല്ല ഉറക്കാട്ടോ. അപ്പോൾ റൂമിലൊക്കെ നല്ല ഇരുട്ടാണ്, നല്ല വിളിച്ചൊന്നുമില്ല. അപ്പോൾ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് അവരെ വിളിക്കുകയാണ്. അപ്പം നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ അവർക്ക് കുറച്ച് മടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെളിച്ചം വരണം, എന്നാലേ അവർ എണീക്കുള്ളൂ. അപ്പോൾ അവരെ വിളിച്ച് അവരിനി എണീച്ച് വരണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിടും. അപ്പോൾ അതിൻ്റെ മെഷീൻ്റെ അവസ്ഥ കേട്ടോ, ഇത് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല മെഷീൻ ആയതുകൊണ്ട് തന്നെ ഞാനത് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ അവിടെ ഈ ഒരു നിലത്ത് കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ എലികൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ മുളക് പൊടി ഇടുന്നത്. പിന്നെ അങ്ങനെ തുണി അലക്കൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കുടിക്കാനുള്ള വെള്ളമാണ്, അത് തിളപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് തലേന്നുള്ള സാമ്പാർ കേട്ടോ. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയാണ്. ദോശയ്ക്ക് സാമ്പാർ ചൂടാക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചോറ് വെന്ത് ചോറ് കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പം ഇങ്ങനെ ഊറ്റിയിട്ടുണ്ട്. ഇനി മക്കളൊക്കെ എണീച്ച് അവരുടെ പല്ലിയേക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇന്നിവിടെ ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇഡലി, ദോശ, ചപ്പാത്തി, പത്തിരി അങ്ങനത്തെ ഫുഡൊക്കെ ആയിട്ട് രാവിലെ ഇഷ്ടം. അപ്പോൾ ദോശയാണെങ്കിൽ തന്നെ ഗീ റോസ്റ്റായിട്ട് കനം കുറച്ചിട്ട് നെയ്യൊക്കെ തൂക്കിയിട്ട് അങ്ങനെ നന്നായിട്ട് മുരിച്ചിട്ടാണ് ചൂടോട് കൂടി കൊടുത്താലേ അവിടെ കഴിക്കുള്ളൂ. അപ്പോൾ ദോശയൊക്കെ കൊടുത്തത് കഴിച്ചു. അപ്പോഴേക്കും സ്കൂളിലേക്കുള്ള ചോറൊക്കെ റെഡിയാക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ ഒരു ടവലിൽ പൊതിഞ്ഞാട്ടോ എന്നും കൊടുത്തു വിടാറ്. അപ്പോൾ ടവലിലൊക്കെ പൊതിഞ്ഞ് സ്നാക്സും വെള്ളം എല്ലാം ഒക്കെ ബാഗിലാക്കിയിട്ട് ചെറിയ മോനാണിത്, അവന് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ സ്കൂൾ ബസ് നമ്മളെ ഫ്രണ്ടിൽ തന്നെ വരും. രാവിലെ 8:15 സ്കൂൾ ബസ് വരും കേട്ടോ. അപ്പോൾ PVCയിലാണ് പഠിക്കുന്നത്, നിലമ്പൂർ PVC മോഡൽ സ്കൂളിലാണ്. അപ്പോൾ ബസ് വന്നു, അവന് കയറിപ്പോയി. ഇനി മുറ്റടിക്കാണ്ട്. അപ്പം മുറ്റടിക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാട്ടോ. ഇവിടെ കുറേ മുറ്റം ഉള്ളതുകൊണ്ടും പിന്നെ അതല്ല നമ്മളെ ഈ ഒരു കട്ടയും ഈ ഒരു പുല്ലൊക്കെ ആയിട്ട് ഈ പുല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ അടിച്ച് വാരിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു മണിക്കൂറത്തെ പണിയുണ്ടാവും മുറ്റടിച്ച് വാരാൻ. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ അടിച്ച് വാരി കഴിഞ്ഞിട്ട് പിന്നെ ചെടിയൊക്കെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ രാവിലെ ചെടിക്കൊക്കെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഈ കാണുന്നത് ഞാൻ വെച്ചിട്ടുള്ളൊരു പ്ലാവാട്ടോ. ഒരു 2 വർഷമായി. ഇതിലിപ്പോൾ കുഞ്ഞു ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ചാടിപ്പോവോ എന്താണെന്നൊന്നും അറിയില്ല. നിറച്ച് കുഞ്ഞു ചക്കകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അതിലിതാ ഈ വലുപ്പമായിട്ടുള്ളൊരു ചക്ക ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ചാടിപ്പോകുന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും കുറേ ചക്ക കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. കുറേ ചൂടുകൊണ്ടായിരിക്കും ചാടിപ്പോണുണ്ട്. അപ്പം 1-2 കിട്ടിയാൽ നോക്കാം നമുക്ക്. നല്ല ചക്കയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ മുറ്റൊക്കെ അടിച്ച് വാരി ചെടി നനയ്ക്കലും എല്ലാം കഴിഞ്ഞു. ഇനി അകത്ത് കയറണം. ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം. ബാക്കി പണികളൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ ദോശ തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഞാനും ഇപ്പോൾ കഴിക്കുന്ന സമയത്ത് 2 ദോശ ചുട്ടിട്ട് അത് സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഇനി ബാക്കി അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട്.
അപ്പം ഞാനിതാ അടിച്ച് വാരുന്നതിന് മുൻപ് ഞാൻ സോഫയും ജനലും കർട്ടനും ഒക്കെ നന്നായിട്ട് തട്ടിക്കൊട്ടി മാറാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ടാണ് അടിച്ച് വരാറുള്ളത് കേട്ടോ. അപ്പോൾ കുറേ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടൊക്കെ ഉണ്ടാകും, അതൊക്കെ ക്ലീൻ ആക്കാനുണ്ടാവും. അതൊക്കെ ഇതാ ക്ലീനാക്കി പൊടികളൊക്കെ തട്ടിയിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ കയറിയാലും അങ്ങനെ തന്നെയാണ്, കടന്നതൊക്കെ ഉണ്ടാവും ക്ലീൻ ആക്കാൻ. അപ്പം ബെഡൊക്കെ കറക്റ്റ് ലെവലാക്കിയിട്ട് കടന്ന ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി എന്നിട്ട് വേണം ബെഡ്റൂമൊക്കെ അടിച്ചു വാരി തുടച്ചിടാൻ. അപ്പോൾ അത് അങ്ങനെ ഓരോ പണിയായിരിക്കും. അടിച്ചുവാരൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി പണി കഴിയും. തുടയ്ക്കാൻ പിന്നെ ഈസിയാണ്, വെറുതെ അങ്ങനെ തുടച്ച് പോയാൽ മതി. അപ്പോൾ അത് അങ്ങനെ തുടയ്ക്കലും കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇത് പുറത്തുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ കുറച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂലുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അടിക്കാറാണ്. അപ്പോൾ അങ്ങനെ ഇനി ഈ പണീൻ്റെ ഇടയിൽ ഒന്ന് കടയിലൊന്ന് പോവാണ്ട്, അപ്പോൾ കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ മോൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ, വലിയ മോന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അതാ മാർക്കറ്റിൽ പോയിട്ട് നല്ല ചെമ്മീൻ കണ്ടപ്പോൾ 1 കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് 1 കിലോ അയിലയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും മീനൊക്കെ കുറേശ്ശേ വാങ്ങുള്ളൂ. അപ്പോൾ കഴിക്കാൻ കുറേ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് മീനേ വാങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അയില മീൻ മുളകിടണം. അതിന് ഞാൻ ചെറിയുള്ളിയും തക്കാളിയും എണ്ണയിലൊന്ന് വാട്ടിയിട്ട് അത് കോരി എടുക്കുന്നുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി അവിടെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി അത് അരിഞ്ഞത് എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടത്തിലേക്ക് ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയേ ഇടണുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മീൻ കറി ആട്ടോ. അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ മീൻ കറി വെക്കാന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. ഇനി കാറൊന്ന് കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ മോന് സ്കൂളിൽ പോവാത്ത ദിവസമാണ് കാറൊക്കെ കഴുകാറുള്ളത്. അപ്പോൾ അവനൊന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് കാറൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ അങ്ങനെ കാറ് കഴുകലൊക്കെ കഴിഞ്ഞ് ഇനി ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ നേരത്തെ വാങ്ങിയിട്ടുള്ള ചെമ്മീൻ ഞാൻ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇനി ഇത് കഴിക്കണതിന് മുന്നേ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യും. അപ്പോൾ അതായത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് അപ്പോഴേക്കും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അതാ ചോറ് ഉണ്ട്, സാമ്പാർ, ഉപ്പേരി, മീൻകറി ഉണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തതുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി വൈകിട്ട് നിലമ്പൂരൊന്ന് പോകാണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പോയപ്പം മോൻ്റെ സ്കൂളിൽ കയറിയിട്ട് അവനെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പം മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്കൂളിൽ കൊണ്ടുവരാൻ വേണ്ടി ചെല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ വഴിക്കൊക്കെ പോകുമ്പം സ്കൂളിൽ പോയിട്ട് അവനെ എടുത്തിട്ട് വരും. അപ്പോൾ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതാ അവനെ എടുത്ത് സ്കൂളിൽ നിന്ന് എടുത്ത് ഞങ്ങൾ പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ജാംജൂമിൽ പോവാണ്. ജാംജൂമിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. സ്കൂൾ വിട്ട് വന്നിട്ട് മക്കൾക്ക് ഞാൻ കഴിക്കാൻ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ജാംജുമെന്ന് ഞങ്ങൾ കുറച്ച് പാലട പായസം വാങ്ങിയിരുന്നു, അതും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് വൈകുന്നേരം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ പാനിപ്പൂരി ഉണ്ടാക്കണ
ആ ഒരു പപ്പടം, ഞങ്ങൾ പപ്പടം എന്നാട്ടോ പറയുക, അതാണ് കേട്ടോ, അത് ജാംജുമെന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് പാനിപ്പൂരിൻ്റെ മിക്സ് ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ മിക്സ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഒരു പുളിവെള്ളവും ഒക്കെ കൂട്ടിയിട്ട് പാനിപ്പൂരി കഴിച്ചു. അപ്പോഴേക്കും ആങ്ങളെയും വൈഫും വന്നു. അപ്പോൾ അവർക്കും അത് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അപ്പോൾ അവളും അത് കഴിച്ച്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് തന്നെയാണ് രാത്രിയിലും കഴിക്കാറുള്ളത്. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.